بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. عائشة بيبي رضي الله عنها റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ما رأيت النبي صلى الله عليه وسلم مستجمعا قط لاحقا حتى أرى منه لهواته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുനാക്ക് കാണും വിധം അവിടുന്ന് വാപ്പിളർന്ന് ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്നമാ കാന യതബസ്സമു, നിശ്ചയം അവിടുന്ന് പുഞ്ചിരിക്കാറായിരുന്നു പതിവ്. നബി തങ്ങൾ ചിരിക്കുന്നു എങ്കിൽ പുഞ്ചിരിക്കുന്നതായ നിലക്ക് മാത്രമായിരുന്നു നബി തങ്ങൾ ചിരിക്കാറുള്ളത്. അല്ലാതെ നബിതങ്ങൾ പൊട്ടിച്ചിരിക്കാറില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത്. നോക്കൂ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വകാന ലാ യൽഹഖു ഇല്ലാ തബസ്സുമാ, നബിതങ്ങൾ ചിരിക്കുമായിരുന്നില്ല ഇല്ലാ തമസ്സുമൻ, പുഞ്ചിരിക്കുക എന്ന നിലക്കല്ലാതെ. നബിതങ്ങൾ പുഞ്ചിരിക്കാറാണ് പതിവുള്ളത് എന്ന് ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതലായി പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ അജബനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എനിക്ക് അന്യമായിരുന്നില്ല. വലാ റആനി ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, ചിരിക്കുന്നതായിട്ട് പുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, ഖന്തഖ് ദിവസം മണപ്പല്ലുകൾ പുറത്ത് കാണുന്ന രൂപത്തിൽ നബിതങ്ങൾ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. നബിതങ്ങൾ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിലും അപ്രകാരം തന്നെയായിരുന്നു. നബിതങ്ങൾ അവിടുന്ന് ശബ്ദമുയർത്തി പൊട്ടിക്കരഞ്ഞിരുന്നില്ല. നബിതങ്ങൾ മറിച്ച് നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുകയും ഹൃദയത്തിൽ നിന്ന് എണ്ണ തിളക്കുന്ന ശബ്ദം പോലെയുള്ള ശബ്ദം കേൾക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഇബ്നു ഹജർ അവിടുത്തെ അൽ മിനഹുൽ മക്കിയിൽ രേഖപ്പെടുത്തി കാണാം. മരണപ്പെട്ടവരോട് കാരുണ്യമുണ്ടായതിന്റെ പേരിലും തന്റെ സമുദായത്തിന്റെ പേരിൽ ഭയപ്പെട്ടതിന്റെ പേരിലും അല്ലാഹുവെ ഭയന്നിട്ടും ഖുർആൻ പാരായണം കേൾക്കുമ്പോഴും ചിലപ്പോൾ രാത്രി നിസ്കാരത്തിലുമൊക്കെ അവിടുന്ന് കരയാറുണ്ടായിരുന്നു. ആ കരയുന്നതൊക്കെ ശബ്ദമുയർത്തി അവിടുന്ന് പൊട്ടിക്കരയുകയല്ല ചെയ്തിരുന്നത് എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മിനഹുൽ മക്കിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തി കാണാം. നോക്കൂ, നബിതങ്ങളുടെ ചിരിനെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. പൊട്ടിച്ചിരിക്കുകയല്ല നബിതങ്ങൾ ചെയ്തിരുന്നത്, പുഞ്ചിരിക്കുക മാത്രമാണ് നബിതങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. അതേപോലെ കരയുന്നിടത്തും നമ്മൾ നബിതങ്ങളെ പിൻപറ്റുന്നവരാവണം. ഓവർ ശബ്ദമുയർത്തിയങ്ങ് അവിടുന്ന് എന്ത് ചെയ്യുമായിരുന്നില്ല, ശബ്ദമുയർത്തിക്കൊണ്ടു വല്ലാതെ അട്ടഹസിച്ച് കഴിയുന്നൊരു സ്വഭാവം നബിതങ്ങൾക്കുണ്ടായിരുന്നില്ല.
പൊട്ടിക്കരയുന്നൊരു സ്വഭാവ രീതി, ശബ്ദമുയർത്തി പൊട്ടിക്കരയുക, ഇത് നബിതങ്ങളുടെ ശീലമായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ നബിതങ്ങളെ മാതൃകയാക്കണം. കരയുന്നത് നേരിയ നിലക്ക് കഴിയുന്നവരാവണം, ശബ്ദമുയർത്തി അട്ടഹസിച്ച് കഴിയുന്നവരാവാൻ പാടില്ല. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.